Hello guys, welcome back to my YouTube channel Techwithdude. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിം ട്രിഗർ ആണ്. നിങ്ങളൊരു PUBG അല്ലെങ്കിൽ Freefire കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോ ലെവലിൽ കളിക്കാൻ പറ്റിയ ഒരു ട്രിഗറുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാപ്പ് നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു നൈഫോ അല്ലെങ്കിൽ കത്രികയോ യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അതും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു അവസ്ഥയിലുണ്ടാവുക. അതിനുശേഷം കത്രിക യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ മാറി കിട്ടും. അതിൽ നിന്ന് കുഞ്ഞൊരു മീഡിയം സൈസ് ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു മാർക്കറോ സ്കെയിലോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന പോലെ ആക്കി കൊടുക്കുക. ഒരു 3.5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വീതി അതിലുള്ള മെഷർമെൻറ്റ്സ് ഉള്ള ഒരു കുഞ്ഞ് സ്ക്വയറാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് ഒന്നും കൂടി പറഞ്ഞു തരാം. 4 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. പിന്നെ 5.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ചെറിയൊരു പീസ് വേറൊരു ഷീറ്റിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അത് തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതായത് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഇതേപോലെ ആക്കിയെടുത്തിട്ട് ജസ്റ്റ് ഇതേ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് വീഡിയോ കണ്ട ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് 3.5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ആ ഒരു പീസ് എടുക്കുക. പിന്നെ ഏതാ ഗെയിം കളിക്കുന്ന ഫോൺ എന്ന് വെച്ചാൽ അതെടുക്കുക. അതിൻ്റെ തിക്നെസ് ജസ്റ്റ് ആ ഒരു പീസിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫോണിൻ്റെ തിക്നെസ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മാത്രം മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്താൽ പോരാ, രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിത് രണ്ട് സൈഡും മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫോൾഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലിപ്പ് പോലെ ഉണ്ടാവും കാണാൻ. അതായത് ഫോണിൻ്റെ ഒരു ക്ലിപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ഒരു ഫോൺ എൻ്റെ ഫോൺ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഓവറായിട്ട് ടൈറ്റും പാടില്ല, ഓവറായിട്ട് ലൂസും പാടില്ല. ഇതിപ്പം പെർഫെക്റ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും പിന്നെ നമ്മളെ ക്ലിപ്പും എടുത്തിട്ട് ജസ്റ്റ് വീഡിയോ കാണുന്ന പോലെ തന്നെ ആ ക്ലിപ്പിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കുറച്ച് വിട്ടിട്ട് ക്ലിപ്പിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊരു സ്കെച്ച് പെൻ യൂസ് ചെയ്ത് രണ്ട് സൈഡും മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് ഏകദേശം വരുന്നത് 1 സെൻറ്റിമീറ്റർ ലെങ്ത് 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഗമ്മ്, അതായത് ഫെവിക്കോൾ ഏതെങ്കിലും ഒരു പശ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിരുന്ന കൈ കൊണ്ട് തന്നെ എല്ലാവിടെ ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ അടിവശത്തും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫോൾഡ് ചെയ്ത് വെച്ച് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അലുമിനിയം ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ആ ഒരു വശത്ത് മാത്രം ആക്കിയ പോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ആ ഒരു വശത്ത് ഒരു ബാക്കിൽ ചെറുങ്ങനെ ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ബാക്കി നമുക്ക് ആവശ്യമില്ല നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ടേക്ക് ആക്കി കൊടുത്തൊന്ന് ഫിനിഷ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അവസാനമായിട്ട് കാണുമ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇതേപോലത്തെ അലൂമിനിയം ഫോയിൽ കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഒരു കൂട്ടുകാർ ഇതേപോലെ ചെയ്യാണ്ട് നിൽക്കരുത്. ഇതേപോലത്തെ ലേസിൻ്റെ കവറോ അങ്ങനത്തെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട എന്തായാലും ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് മേടിച്ചേക്കുക, ഒരു നഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്ക് വശത്ത് ഇവിടെ അങ്ങനെ ഒരു കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്ലിപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ ഇതേപോലെ നമ്മൾ പരിപാടി തിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ക്ലിപ്പ് ഇത് നമ്മളെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗണ്ണിൻ്റെ ആ ഒരു ട്രിഗർ കറക്റ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതാ എലിമീന് തപ്പി നടക്കുകയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ പറയാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.
എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഈ ഗെയിമിംഗ് ട്രിഗർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും വീട്ടിൽ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മാർക്ക് എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോസുകൾ മുന്നേ കാണാം. അതായിരിക്കും സ്റ്റാർട്ട് ബൈ.